ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇടുക്കി ജില്ലയിൽ സന്ദർശിക്കേണ്ട പ്രധാന ദൈവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ആദ്യമായി ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇടുക്കി ജില്ലയിലെ ദൈവാലയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടുമിക്ക ദൈവാലയങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞവയാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, റോഡിൽ നിന്നും സ്റ്റെപ്പുകൾ കയറിയോ അല്ലെങ്കിൽ പ്രത്യേകമായി നിർമ്മിച്ച റോഡിലൂടെയോ ആണ് ദേവാലയ മുറ്റത്ത് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇടുക്കി ജില്ല സന്ദർശിക്കുന്നവർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ദൈവാലയങ്ങളും കൂടി നിങ്ങളുടെ സന്ദർശനത്തിൽ ഉൾപ്പെടുത്തുക. ദൈവാലയങ്ങൾ: കേരളത്തിലെ കൊച്ചു വേളാങ്കണ്ണി എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടുമല വേളാങ്കണ്ണി മാതാ തീർത്ഥാടന കേന്ദ്രം, അവർ ലേഡി ഓഫ് ഹെൽത്ത് ചർച്ച് പട്ടുമല. 2 സെന്റ് ജോർജ് കത്തീഡ്രൽ ചർച്ച് വാഴത്തോപ്പ്. 3 CSI ക്രൈസ്റ്റ് ചർച്ച് മൂന്നാർ. 4 സെന്റ് ജോർജ് ചർച്ച് കാൽവരി മൗണ്ട്. 5 സെന്റ് ജോർജ് സീറോ മലബാർ ഫെറോന ചർച്ച് വെള്ളയാംകുടി. 6 സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോന ചർച്ച് തൊടുപുഴ. 7 സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം ജോസ് ഗിരി. 8 സെന്റ് ജോർജ് ഫെറോന ചർച്ച് മുതലക്കോടം. 9 ദൈവമാതാ ചർച്ച് രാജകുമാരി. 10 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള അതിമനോഹരമായ ദൈവാലയം സെന്റ് സെബാസ്റ്റ്യൻസ് തീർത്ഥാടന കേന്ദ്രം നെടുങ്കണ്ടം. 11 സെന്റ് തോമസ് ഫെറോന ചർച്ച് മൈലാക്കൊമ്പ് കുമാരമംഗലം. 12 സെന്റ് മേരീസ് ഫെറോന ചർച്ച് മുരിക്കാശ്ശേരി. 13 സെന്റ് ജോസഫ് ചർച്ച് തേർഡ് ക്യാമ്പ് കൂട്ടാർ. 14 സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് അടിമാലി. 15 സെന്റ് തോമസ് ഫെറോന ചർച്ച് ഇരട്ടയാർ. 16 സെന്റ് ജോർജ് CSI ചർച്ച് പള്ളിക്കുന്ന്. 17 ഹോളി ക്രോസ് ചർച്ച് കുരിശുപാറ. 18 സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ ചർച്ച് ഇടുക്കി. 19 സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് മണിയാരൻകുടി. 20 പല സിനിമകളുടെയും പശ്ചാത്തല വേദിയായിട്ടുള്ള സെന്റ് ആൻഡ്രൂസ് CSI ചർച്ച് ഉപ്പുതറ. 21 അവർ ലേഡി ഓഫ് ലൂർത്ത് ചർച്ച് കുമളി. 22 കാൽവരി തുമ്പച്ചി കുരിശുമല. 23 എഴുകും വയൽ കുരിശുമല. 24 മണിയാരൻകുടി കുരിശുമല. 25 കാൽവരി മൗണ്ട് കുരിശുമല. ഇത്രയും തീർത്ഥാടന പള്ളികൾ ആണ് ഇടുക്കി ജില്ലയിൽ ഉള്ളത്. സാധിക്കുന്ന തീർത്ഥാടകർ ഈ പള്ളികൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.